Welcome to Vimalagiri International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി എൽദോസിന് മൂവാറ്റുപുഴ പ്രസ് ക്ലബിന്റെ ആദരം. മൂവാറ്റുപുഴ ഹോട്ടൽ കബനി ഇന്റർനാഷണലാണ് ആദരവൊരുക്കിയത്. കഴിഞ്ഞ 5 വർഷമായി മൂവാറ്റുപുഴ നഗരസഭയെ നയിച്ച നഗരസഭാ ചെയർമാൻ പി എൽദോസിന് ആദരവൊരുക്കി മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബ്. മൂവാറ്റുപുഴ ഹോട്ടൽ കബനി ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രസ് ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു. ഈ 5 വർഷം ഇപ്പൊ ഷെബിക്ക് പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തെ സാമാന്യന് തെറ്റില്ലാതെ മറികടക്കാൻ പറ്റി എന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ മറ്റൊന്നുകൂടി നമുക്ക് നോക്കാം. പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്ത പിൻബലം കിട്ടിയ ഒരു മുനിസിപ്പൽ ചെയർമാനാണ് എൽദോസ്. തർക്കമൊന്നുമില്ല. ഒരു MLA കിട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ. ഷാജി എപ്പോഴും പറയും, ഇപ്പൊ ഈ PP-യുടെ പടമില്ലാത്ത പത്രം പലപ്പോഴും ഉണ്ടാവാറില്ല എന്ന് പറയും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് കുറച്ച് വിഷമം പോലും തോന്നിയിട്ടുണ്ടാവും ആ കാര്യത്തിൽ. അതിന് പല കാരണമുണ്ട്. ഒന്ന്, അതിന് അത്രയേറെ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. 2, ഞങ്ങളുടെയൊക്കെ ഒരു സ്നേഹമുണ്ട് അതിന് പുറകെ. എങ്കിലും കുറച്ചൊരു സൗഹൃദം അതിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പല പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും ഒക്കെ എല്ലാവരും അവരവരുടെ സാധ്യത അനുസരിച്ചുള്ള ഒരു സഹായങ്ങൾ PP-ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PG ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, CPIM ഏരിയ കമ്മിറ്റി അംഗവും വാർഡ് കൗൺസിലറുമായ KG അനിൽകുമാർ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇബ്രാഹിം കരീം, BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P. മോഹൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അനൂപ് സത്യൻ, ട്രഷറർ മുഹമ്മദ് ഷഫീഖ്, പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ PS രാജേഷ്, അബ്ദുൾ മജീദ്, CK ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭാ ചെയർമാൻ പി എൽദോസ് മറുപടി പ്രസംഗവും നടത്തി. പൊതുപ്രവർത്തന രംഗത്തും പത്രപ്രവർത്തന രംഗത്തും തുടരാനാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും എനിക്കൊരു ചെറിയ ഭയം ആദ്യം ഉണ്ടായിരുന്നു. ഈ ചെയർമാൻ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും അഴിമതിക്കാരെന്നാണുള്ള രാഷ്ട്രീയക്കാർ മുഴുവൻ ഇല്ലാത്ത ആരോട് അങ്ങോട്ടും ഉന്നയിക്കും. യാഥാർത്ഥ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഏതായാലും എനിക്ക് അതിനുള്ള ഒരു ദുർഭാഗ്യം ഉണ്ടായില്ല. ഞാൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് എതിരാളികൾ പോലും പറയാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഏതായാലും അത്തരത്തിലുള്ള ഒരു ആരോപണം കേൾക്കാനിടയായില്ല എന്നുള്ളതിലുള്ള ദൈവത്തിനുള്ള നന്ദി അത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. പിന്നെ സാധാരണഗതിയിൽ നമ്മളൊക്കെ പത്രപ്രവർത്തകരാകുമ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്, പത്രത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും സഹായവും സഹകരണമുണ്ടായിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്.